വയനാട് ദേവരഗദ്ധ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കടുവയുടെ ചിത്രം 24 കിട്ടി. കടുവ കർണാടക വനമേഖലയിലെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത് ചിത്രത്തോടൊപ്പം വയനാട്ടിൽ നിന്ന് ചേരും. ഇതാണ് ആ ചിത്രം. ശരിക്കും ആരോ ഒരാൾ എഴുതിയിട്ടുണ്ട്, കടുവയെ കണ്ടാൽ തന്നെ പേടിയാവും, അപ്പം തന്നെ മരിച്ചു എന്ന് പറഞ്ഞത്. മരിക്കുകയല്ല, നമ്മളൊരു വേറൊരു കർമ്മത്തിലേക്ക് പോകും ഇങ്ങനെയുള്ള കടുവകളെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. SKN, ഈ നന്ത്രവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന്റെ ഉള്ളിലായുള്ള ഒരു പ്രദേശമാണ്. ഇതൊരു ക്യാമ്പ് ഷെഡാണ്, കർണാടക വനംവകുപ്പിന്റെ ക്യാമ്പ് ഷെഡാണ്. ഈ ക്യാമ്പ് ഷെഡിനടുത്ത് കടുവയെ കണ്ടതിന്റെ ആ ചിത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. 24-ൽ ലഭിച്ചിരിക്കുന്ന ആ ചിത്രം പുറത്ത് ഇപ്പോൾ ക്യാമ്പ് ഷെഡിലിന്റെ സമീപത്ത് നിന്നും കർണാടക വനംവകുപ്പ് പകർത്തിയ ആ ചിത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് ആശങ്ക പരത്തുന്ന അതേ കടുവ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്കാക്കുന്നത്. കേരള വനംവകുപ്പും അതിന്റെ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കേറ്റിട്ടുണ്ട്, അതിന്റെ കാലിന് പരിക്കുണ്ട്. ഇന്നലെ ഈ കടുവയെ തന്നെയാണ് ഇന്നലെ 4 മണിയോടുകൂടി മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന പുൽപ്പള്ളിക്ക് അടുത്തുള്ള പ്രദേശത്ത്, ദേവർഗദ്ധയ്ക്ക് അടുത്തുള്ള പ്രദേശത്ത് കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദേവർഗദ്ധയിൽ ഈ കഴിഞ്ഞ ദിവസം മാറിനെ ആക്രമിച്ചത് ഇതേ കടുവയാണ് എന്നുള്ള സംശയം വനംവകുപ്പിനുണ്ട്. ഈ കടുവ തന്നെയാണ് ചീയമ്പത്ത് ഇറങ്ങി ഒരു പോത്തിനെ കൊന്നത് എന്നുള്ള സംശയവും വനംവകുപ്പിനുണ്ട്. സ്വാഭാവികമായും ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ്. അതായത് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കുറിച്യാട് റേഞ്ച്, വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള കുറിച്യാട് റേഞ്ച് മേഖലയിലും ഒപ്പം തന്നെ ഈ കർണാടകയുടെ ബന്ദിപ്പൂർ വനമേഖലയും കേന്ദ്രീകരിച്ചാണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. ഇത് കർണാടക വനംവകുപ്പ് അതിർത്തിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണെന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ CPIM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ചിത്രം പുറത്തു വന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ് കേരള വനംവകുപ്പ്. ഈ കടുവ തന്നെയാണ് ആ കടുവ എന്നുള്ള തരത്തിൽ, അതായത് ഈ ആക്രമിച്ച കടുവ രണ്ടും ഒരു കടുവയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ട് വനംവകുപ്പ്. എന്തായാലും ഇനി നടപടി കൂടുവച്ചിട്ടുണ്ട്. കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വീണ്ടും മേഖലയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.